ആരിഫ് മുഹമ്മദ് ഖാനെ നിർത്തി അങ്ങ് അപമാനിക്കുവന്നേ. ഏതോ ഒരു സിനിമയിൽ മാമുക്കോയ അവതരിപ്പിച്ച ഒരു ഹാസ്യ ഗുണ്ട കഥാപാത്രമുണ്ട്. തല്ലാൻ എന്റെ മനസ്സിൽ ആ പേരുണ്ട്. ഗവർണർ ഒരു കീലേരി അച്ചുവാണ്. റോഡിലൂടെ ഇറങ്ങി നടക്കുക, ആരടാ എന്നെ തൊടാനുള്ളത് എന്ന് പറഞ്ഞ് കോഴിക്കോട് മിഠായി തെരുവിൽ നടക്കുന്നു. കൊല്ലത്ത് പോയി ഇരിക്കുന്നു, തൊഴ പാക്കളം. നന്ദി പറയാൻ വേണ്ടി വിളിച്ച ഒരു ചർച്ചയിലാണ് ഗവർണർക്ക് നന്ദിയല്ല സാറേ, നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് പറയാൻ പോലും നന്ദി പോലും കൊടുക്കുന്നില്ല. നിയമസഭയിൽ ഗവർണറെ പരിഹസിച്ചും കളിയാക്കിയും കയ്യടി നേടി ശൈലജ ടീച്ചർ. നമസ്കാരം. 1991 ഇറങ്ങിയ ഒരു മലയാള സിനിമയാണ് കൺകെട്ട്. ശ്രീനിവാസൻ, ജയറാമൊക്കെ അഭിനയിച്ച വളരെ അന്നത്തെ കാലത്ത് ഹിറ്റാകുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു സിനിമ. ആ സിനിമയിലെ മാമുക്കോയുടെ ഒരു കഥാപാത്രമാണ് കീലേരി അച്ചു. അതായത് റോഡിലൂടെ വഴിയെ പോകുന്നവരെ പോലും നടക്കാൻ അനുവദിക്കാതെ കീലേരി അച്ചുവിന്റെ കത്തിക്ക് മുന്നിൽ ആരടാ എന്നോട് ജയിക്കാൻ എന്ന് പറഞ്ഞു വരുന്ന മാമുക്കോയ കഥാപാത്രം. റോഡിലിറങ്ങി കുട്ടികളെ ഭയപ്പെടുത്തുന്ന കീലേരി അച്ചു. വൃദ്ധർ പോലും അയാളെ കണ്ടാൽ ഓടി ഒളിക്കും. അത്തരത്തിൽ വലിയൊരു ഗുണ്ടയാണ് കീലേരി അച്ചു. അങ്ങനെ ഒരു കഥാപാത്രമാണ് കൺകെട്ട് എന്ന സിനിമയിൽ മാമുക്കോയ ചെയ്തിരിക്കുന്നത്. ഇന്ന് ആ കഥാപാത്രത്തെ ശൈലജ ടീച്ചർ ഓർമ്മിപ്പിക്കുകയാണ്. എവിടെയാണെന്നറിയണ്ടേ? നമ്മുടെ നിയമസഭയിൽ. സ്വാഭാവികമായും കീലേരി അച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഈ പ്രയോഗം കേരള രാഷ്ട്രീയത്തിൽ കുറെ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല രീതിയിൽ പല കീലേരി അച്ചുമാരും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും കെ സുധാകരനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കാരണം കീലേരി അച്ചു സത്യത്തിൽ ഒരു എന്താ പറയാ ഗുണ്ടയാണെന്ന് പുറത്തു കാണിക്കുമെങ്കിലും ഉള്ളിൽ പേടിത്തൊണ്ടനായ ഒരു മനുഷ്യനാണ്. അത് ആ സിനിമയ്ക്കകത്തുണ്ട്. കാരണം ജയറാമിന്റെ അടുത്തേക്ക് വന്ന് എന്നോട് കളിക്കാൻ ആരാടാ ഉള്ളതെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കും. അപ്പോൾ തന്നോട് കളിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഉടനെ തന്നെ ജയറാമിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഞങ്ങളോട് രണ്ടാമത് കളിക്കാൻ ആരാടാ ഉള്ളത് എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പൊ അത്തരത്തിൽ ഉള്ളിൽ ഒരു സാധുവായ മനുഷ്യൻ അല്ലെങ്കിൽ പേടിത്തൊണ്ടനായ ഒരാൾ വെല്ലുവിളി നടത്തുക, അത് ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു നമ്മുടെ കെ സുധാകരൻ, കുമ്പക്കടി സുധാകരൻ, അദ്ദേഹം സുധാകരൻ ജി പറഞ്ഞത് മറ്റേ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരം നടക്കുന്നു. അതിനുശേഷം മൂത്ത കോൺഗ്രസ് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. നിങ്ങൾ എന്ത് ചെയ്യും, കാട്ടിത്തരം സമരം എന്താണെന്ന്, കോൺഗ്രസിന്റെ സമരം എന്താണെന്ന് കാണാൻ കിടക്കുന്നതൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് ഗർ മുഴക്കി അദ്ദേഹം രംഗത്ത് വന്നു. പക്ഷേ അവസാനം ജലവീരങ്കിയും അതോടൊപ്പം തന്നെ കണ്ണീർവാദം കിട്ടിയപ്പോൾ നേതാക്കന്മാരെല്ലാം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അന്നും ഇത്തരത്തിലൊരു കീലേരി അച്ചു പ്രയോഗമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അക്കാര്യത്തിലല്ല കീലേരി അച്ചു പ്രയോഗം ഉണ്ടായിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ, അതായത് മമ്മൂക്കയുടെ ഒരു കഥാപാത്രമുണ്ട്, ഒരു ഗുണ്ടാ കഥാപാത്രമുണ്ട്. പക്ഷെ ഞാൻ കഥാപാത്രത്തിന്റെ പേര് പറയുന്നില്ല. പക്ഷേ ആ തരത്തിലേക്ക് ഗവർണർ മാറി. വാക്കുകൾ കേൾക്കാം. അങ്ങനെ പ്രതിഷേധം നടക്കുമ്പോൾ വാഹനം തുറന്ന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തെറ്റിച്ച് ഗവർണർമാർ തെരുവിലിറങ്ങി നിൽക്കുന്നത് ഇതാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏതോ ഒരു സിനിമയിൽ മാമുക്കോയുടെ ഒരു കഥാപാത്രത്തെ ആണ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ആ പേര് പറയുന്നില്ല, പലർക്കും ആ പേര് അറിയാം. അതുപോലെ ഒരു സമീപനം ഗവർണറുടെ പദവിയിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപഹാസ്യമായിട്ടുള്ള ഞാൻ അല്ല, ജഗതിയല്ല, മാമുക്കോയ അവതരിപ്പിച്ച ഒരു ഹാസ്യ ഗുണ്ട കഥാപാത്രമുണ്ട്. അതുപോലെ നേരിട്ട് തല്ലാൻ ചെല്ലുക എന്നുള്ളതൊന്നും ഗവർണർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല. മന്ത്രിമാരെല്ലാം കരിങ്കൊടി പ്രകടനം നേരിടാറുണ്ട്, പോലീസുകാർ അവരെ മാറ്റാറുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ആ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ റോഡിൽ ഇറങ്ങി നിന്ന് തല്ലാൻ, ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല, എന്റെ മനസ്സിൽ ആ പേരുണ്ട്. അപ്പോ അതെ, അത് പെട്ടെന്ന് ഓർമ്മ വന്നത് എനിക്ക് മാത്രമാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാത്രമായിരിക്കില്ല, എല്ലാവർക്കും അത് ഓർമ്മ വന്നിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഈ സംഭാഷണത്തിൽ നിന്നും വ്യക്തമാണ്, കൃത്യമായി തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിക്കുകയാണ് ശൈലജ ടീച്ചർ. പേര് പറയുന്നില്ല എന്നൊക്കെ ശൈലജ ടീച്ചർ പറയുമ്പോൾ തൊട്ടടുത്ത് നിന്ന് ആരോ പറയുന്നുണ്ട് കീലേരി അച്ചു. ആ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ റോഡിൽ ഇറങ്ങി നിന്ന് തല്ലാൻ, ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല, എന്റെ മനസ്സിൽ ആ പേരുണ്ട്. അപ്പോ അത്തരത്തിൽ കൊല്ലം നിലമേലിൽ നടന്നത് പക്വതയില്ലായ്മയാണ്. ഗവർണർ എന്ന പക്വതയില്ലാത്ത മനുഷ്യൻ കീലേരി അച്ചുവിനെ പോലെ സംസ്ഥാനത്തൊട്ടാകെ നടക്കുകയാണ്. അതായത് ശൈലജ ടീച്ചർ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഗവർണർ ഒരു കീലേരി അച്ചുവാണ്,
റോഡിലൂടെ ഇറങ്ങി നടക്കുക. ആരടാ എന്നെ തൊടാനുള്ളത് എന്ന് പറഞ്ഞ് കോഴിക്കോട് മിഠായി തെരുവിൽ നടക്കുന്നു. കൊല്ലത്ത് പോയി ഇരിക്കുന്നു, തൊഴ പാക്കളം എന്നൊക്കെ പറഞ്ഞ് കൊല്ലത്ത് പോയി ഭീഷണിപ്പെടുത്തുന്നു. അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങളോട് ഉപമിച്ചുകൊണ്ടാണ് ഈ കീലേരി അച്ചു പ്രയോഗം അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചർ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്, അതുകൂടി കേൾക്കാം. ഗവർണർ ഈ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടുന്ന രീതികൾ ഒട്ടും പക്വതയില്ലാത്തതാണ്. സർ, വളരെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഇടയാക്കുന്ന പെരുമാറ്റമാണ് കേരളത്തിലെ ഗവർണറിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രായത്തെ മാനിക്കുന്നത് കൊണ്ടുമെല്ലാം നമുക്ക് അത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. സർ, നിലമേലിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രകടനം അതെങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ്. ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രതിഷേധം ഉണ്ടാകാറുണ്ട്, കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട്, വലിയ സമരങ്ങൾ ഉണ്ടാകാറുണ്ട്, പിക്കറ്റിങ്ങുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തെ എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് നിയന്ത്രിക്കുക, അതാണ് ഗവൺമെന്റ് സാധാരണ ചെയ്യുക. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തി. നയപ്രഖ്യാപന പ്രസംഗം ആദ്യത്തെയും അവസാനത്തെയും വരി വായിച്ച് അദ്ദേഹം വേഗം പോയി. അത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗം പെട്ടെന്ന് മാറ്റിയപ്പോൾ കരുതിയിരുന്നത് അദ്ദേഹത്തിന് വന്ധ്യവയോധികനല്ലേ, വയ്യാത്ത ആളല്ലേ എന്ന് കരുതി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പോയതാണെന്നാണ് കരുതിയത്. പക്ഷേ തൊട്ടടുത്ത ദിവസം റോട്ടിൽ പോയി ഇരിക്കുമ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ലെന്ന്. അതും കൂടി കേൾക്കാം. സർ, കേരളത്തിലെ ഗവർണർ ആ നന്ദി പ്രമേയത്തോട് കാണിച്ചിട്ടുള്ള സമീപനം അത്യന്തം പ്രതിഷേധാർഹമാണ്. പ്രതിപക്ഷം ഇന്ന് നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനോടും നന്ദി പ്രമേയത്തെ അവഹേളിച്ചിട്ടുള്ള, നയപ്രഖ്യാപനത്തെ അവഹേളിച്ചിട്ടുള്ള ഗവർണറോടുമാണ്. പക്ഷെ അവർ അതിനല്ല തയ്യാറായിട്ടുള്ളത്. സർ, ഗവർണർ പ്രസംഗത്തിൻ്റെ ആദ്യ വാചകവും അവസാന വാചകവും മാത്രമായിട്ട് വായിക്കുന്നത് ഒരു തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഗവർണർമാർക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. സർ, അദ്ദേഹത്തിൻ്റെ ശാരീരിക ആരോഗ്യത്തിന് യാതൊരു തരക്കേടുമില്ല എന്നുള്ളതാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സഭയോടും ഫെഡറൽ ഭരണഘടനയോടും ജനാധിപത്യത്തോടുമുള്ള ആദരവ് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ നന്ദി പ്രമേയം നയപ്രഖ്യാപനം വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളും അതിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നിയമസഭയിൽ ഇന്ന് ഗവർണർക്ക് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ പരിഹാസ്യ രൂപേണയൊക്കെയാണ് ശൈലജ ടീച്ചർ ഗവർണർക്കെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചത്. നേരത്തെയും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഗവർണർ പദവി തന്നെ വേണ്ട എന്ന രീതിയിലുള്ള ഒരു ചർച്ചയും അല്ലെങ്കിൽ ഈ നന്ദി പ്രമേയ ചർച്ച, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർക്ക് നന്ദി പറയാൻ വേണ്ടി വിളിച്ച ഒരു ചർച്ചയിലാണ് ഗവർണർക്ക് നന്ദിയല്ല സാറേ, നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് പറയാൻ പോലും നന്ദി പോലും കൊടുക്കുന്നില്ല. അതിനു പകരം ഗവർണറെ പരിഹസിക്കുകയായിരുന്നു ഇന്ന് ഭരണപക്ഷം. അത്തരത്തിൽ ഈ ചന്ദ്രശേഖരനും അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചറും കൂടി ആരിഫ് മുഹമ്മദ് ഖാനെ നിർത്തി അങ്ങ് അപമാനിക്കുവന്നേ. ജോജി സിനിമയില് പറയുന്ന പോലെ ആ ഒരു ഡയലോഗിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ രണ്ടുപേരും ഇന്ന് വലിയ രീതിയിലുള്ള നല്ല പെർഫോമൻസ് ആയിരുന്നു. ശൈലജ ടീച്ചർ ആകട്ടെ ഇന്ന് കൃത്യമായി ഗ്രഹപാഠം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് നിയമസഭയിൽ സംസാരിക്കുന്നത്. അത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങനെ ആക്രമിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങ് ഗുണ്ട എന്നൊക്കെ വിളിച്ചിട്ട് ഗവർണർ അങ്ങനെ സൂഹിക്കേണ്ട എന്നാണ് ഇന്ന് പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ ഈ കീലേരി അച്ചു പ്രയോഗമൊക്കെ സഭാരേഖകളിൽ കാലാകാലം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയും ഈ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന നന്ദിപ്രമേയ ചർച്ചയിൽ CPIയുടെ പ്രതിനിധി ആവശ്യപ്പെട്ട് CPI പ്രതിനിധിയായി ജനപ്രതിനിധിയായി MLA ആയ അദ്ദേഹം ആവശ്യപ്പെട്ടതും സഭാരേഖകളിൽ ഉണ്ടാകും. ഈ മാമുക്കോയുടെ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എന്നൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മാമുക്കോയുടെ സിനിമയിൽ ആ രംഗത്തിൽ ആ ഗുണ്ടയെപ്പോലെയാണ് പെരുമാറിയത് എന്നൊക്കെ കാലാകാലങ്ങളായി ഇനിയിപ്പോൾ അത് സഭാരേഖകളിൽ ഉണ്ടാവും. ഇനിയിപ്പോൾ അത് ആരെങ്കിലും ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയാൽ മാത്രമാണ് അതുമേൽ ഒരു ചർച്ചയൊക്കെ ചിലപ്പോൾ ഒഴിവാക്കണോ ഒഴിവാക്കേണ്ടേ എന്നുള്ളത് സ്പീക്കർ തീരുമാനിക്കുക. പക്ഷേ BJPക്ക് ഒരു അംഗം പോലും ഇല്ലാത്തത് കൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും ഉണ്ടാകാനോ അല്ലെങ്കിൽ പരാതിയോ ഉണ്ടാകാൻ വഴിയില്ല. ചിലപ്പോൾ K. സുരേന്ദ്രൻ ചിലപ്പോൾ ഇത് അറിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുമായിരിക്കും. എങ്കിൽ പോലും
നിയമസഭയിൽ ഗവർണറെ പരിഹസിച്ചും കളിയാക്കിയും കയ്യടി നേടി ശൈലജ ടീച്ചർ.